ഊണ് ബീഫ് 100 രൂപ, ഊണ് ചിക്കൻ 100 രൂപ. ഇങ്ങനെ 100 രൂപയ്ക്ക് സ്പെഷ്യൽ ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കുന്നൊരു കട ചാലക്കുടിയിലുണ്ട്, അറിയാമോ? ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനിന്ന് പുറമേ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നമ്മുടെ ചാലക്കുടിയിൽ നല്ല അസാധ്യ ടേസ്റ്റോടെ നിങ്ങൾക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാനൊരു സ്ഥലം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. ഇതാണ് വിൽസേട്ടൻ്റെ കട. നമ്മുടെ ചാലക്കുടി ബീവറേജിൻ്റെ തൊട്ടടുത്തുള്ള വേ ബ്രിഡ്ജിനോട് ചേർന്നിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. വളരെ ചെറിയൊരു ഹോട്ടലാണ്. നന്നായി കഴുകി തുടച്ച് വാഴയിലയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. ചോറിനോടൊപ്പം മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടായിരുന്നു, കായും പയറും ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു അച്ചാറുണ്ടായിരുന്നു. ഇതുകൂടാതെ പപ്പടം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ സ്പെഷ്യലായിട്ട് വാങ്ങിയത് ചാള വറുത്തതായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയത് ബീഫ് കറിയായിരുന്നു. ഇതൊക്കെ കൂടാതെ നല്ല സാമ്പാറുണ്ടാകും, മീൻ കറി ഉണ്ടാകും, മോര് ഇതുപോലെ നല്ല ടേസ്റ്റുള്ള മോരുണ്ടാകും. കൂടാതെ ബീഫിൻ്റെ ചാറ് വേണ്ടവർക്ക് ബീഫിൻ്റെ ചാറും കിട്ടും കേട്ടോ. കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആവശ്യം പോലെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഈ മനുഷ്യനാണ് വിൽസൺ ചേട്ടൻ. ഈ ചില്ലലമാരിക്കകത്തുള്ള വട്ടയപ്പവും പൊറോട്ടയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ല ചൂടോടെ നമുക്കിത് ചായക്കൊപ്പം വേണമെങ്കിൽ കഴിക്കാനും കഴിയും. രാവിലെ മുതൽ ഇവിടെ നിന്ന് കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞിയും പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടയും കിട്ടും. 10 മണിയാകുമ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടാകും. ആവി പറക്കുന്ന ചോറും നല്ല ചൂടൻ കറികളുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഗ്യാസിനൊക്കെ വില കൂടിയിട്ടും വിൽസൺ ചേട്ടൻ്റെ ഊണിൻ്റെ വിലയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പണം നൽകാൻ നേരം ഞാൻ ചോദിച്ചു, ബീഫിനൊക്കെ നല്ല വിലക്കയറ്റം വന്നിട്ടും എങ്ങനെ 100 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നുവെന്ന്. നിഷ്കളങ്കനായ മനുഷ്യൻ പറഞ്ഞത്, 100 രൂപയ്ക്ക് വിറ്റിട്ടും എനിക്കിതിൽ ലാഭമുണ്ട്, ഞാനിതിൻ്റെ വില തൽക്കാലം കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തൃപ്തിയുള്ള സ്ഥലം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ആണേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിലൊന്ന് കയറി നോക്കണം കേട്ടോ. നന്ദി.